Consider the following: exchange traded funds, ETF, motor vehicles, currency swap. Which of the above is or are considered financial instruments? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് അറിയേണ്ടത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്താണ്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന് മേജർ ക്രൈറ്റീരിയ വരുന്നത് അവിടെ ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ച്വൽ ക്രൈറ്റീരിയ വേണം അവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡെറ്റ് ഒബ്ലിഗേഷനോ അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ള ഒരു കോൺട്രാക്റ്റ് ലയബിലിറ്റി അവിടെ ഉണ്ടായിരുന്നിരിക്കണം. പിന്നെ അത് ഇൻടാഞ്ചിബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആയിരിക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മേജർ ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF നമുക്കറിയാം ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു പൂൾ ഓഫ് അസറ്റ്സ്, ബോണ്ട് ആവാം, ഇക്വിറ്റി റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ഇൻഡെക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസറ്റിനെ പൂൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് എടുക്കാം. പിന്നെ ഉള്ളത് മോട്ടോർ വെഹിക്കിൾ. മോട്ടോർ വെഹിക്കിൾ നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണോ അല്ലയോ എന്നുള്ളത് ഒരു ഡൗട്ട് വരും. തേർഡ്, കറൻസി സ്വാപ്പ്. കറൻസി സ്വാപ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കറൻസിയുടെ ട്രാൻസാക്ഷൻ ആണ് മേജർലി നടക്കുക. രണ്ട് കൺട്രീസ് തമ്മിൽ, ഇപ്പം ഇന്ത്യ ജപ്പാനൊക്കെ തമ്മിൽ കറൻസി സ്വാപ്പ് എഗ്രിമെന്റ്സ് ഉണ്ട്. അതൊരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ആണ്. രണ്ട് കൺട്രീസിന്റെ എക്സ്ചേഞ്ച് റേറ്റ് റിലേറ്റഡ് ആയിട്ട് ആ കൺട്രീസ് അവരുടെ കറൻസിനെ തമ്മിൽ സ്വാപ്പ് ചെയ്യും. ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിലോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിലോ അവർ കറൻസി സ്വാപ്പ് ചെയ്യും. അതൊരു എഗ്രിമെന്റ് ആണ്. അവിടെ നമ്മൾ വരുമ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. അവിടെ ഒരു ഡെറ്റ് അല്ലെങ്കിൽ ഒരു എക്സിക്യൂഷൻ എഗ്രിമെന്റ് അവിടെ ഉണ്ട് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ. പിന്നെ ഇൻടാഞ്ചിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേജർ ക്രൈറ്റീരിയാസ് എല്ലാം ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറൻസി സ്വാപ്പ് എഗ്രിമെന്റിന് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ 1 ഉം 3 ഉള്ളത് നോക്കുമ്പോൾ നമുക്കറിയാം 1, 2, 3, 1, 3. ഇനി നമുക്ക് 2 ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണോ അല്ലയോ എന്ന് നോക്കണം. നമുക്കറിയാം ഒരു മോട്ടോർ വെഹിക്കിൾ, അതിന് റീസെയിൽ വാല്യൂ ഉണ്ട്. അതിന് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ഒരു വെഹിക്കിൾ, ഒരാൾ ഓൺ ചെയ്യുന്ന ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. ആ അസറ്റിന് ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ കാറ്റഗറിയിൽ ഇവിടുത്തെ ക്രൈറ്റീരിയയിലേക്ക് വരുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ടാഞ്ചിബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു ടാഞ്ചിബിൾ ആണ്. നമുക്കറിയാം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും അത് മേജർലി ഇൻടാഞ്ചിബിൾ ആണ്. പക്ഷെ ഇവിടെ മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആണ്. അത് മാത്രമല്ല ഒരു മോട്ടോർ വെഹിക്കിൾ എന്നുള്ള ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു അസറ്റ് ഹോൾഡ് ചെയ്യുന്നത് വഴി അവിടെ ഒരു ഒബ്ലിഗേഷനോ ഒരു ഡെറ്റ് ക്രൈറ്റീരിയോ അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ എഗ്രിമെന്റോ ഒരു ലയബിലിറ്റിയോ ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതൊരു അസറ്റായിട്ട് ഒരാളുടെ കയ്യിൽ ആക്ട് ചെയ്യുന്നതാണ്. അതേസമയം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അതൊരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ഉണ്ട്. അവിടെ ഒരു പീരീഡ് ഉണ്ട്. പിന്നെ നമുക്ക് കറൻസി സ്വാപ്പ് എഗ്രിമെന്റിന് ഒരു പീരീഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 2 ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ഡിയിലേക്ക് വരും. മോട്ടോർ വെഹിക്കിൾ എക്സെപ്റ്റ് മോട്ടോർ വെഹിക്കിൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, കറൻസി സ്വാപ്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്.